നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധക്കപ്പലുമായി ചൈന വീണ്ടും ചെങ്കടലിൽ ഇറങ്ങി. ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികളുടെ ആക്രമണം തടയുന്നതിനാണ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ ഇറക്കിയതെന്നാണ് ചൈന നൽകുന്ന വിശദീകരണം. ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകൾ ആക്രമിക്കില്ലെന്ന ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കുക എന്നതിനപ്പുറം ശക്തി പ്രകടനവും മേഖലയിൽ സ്വാധീനമുറപ്പിക്കലുമാണ് ചൈനയുടെ ലക്ഷ്യമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, ചൈനീസ് കപ്പലുകളെ വഴിയൊരുക്കി സേഫ് ആക്കി വിടുന്ന സാഹചര്യത്തിൽ ചൈന പടക്കപ്പൽ ഇറക്കുന്നത് ചാരപ്രവർത്തനത്തിന് തന്നെയെന്ന് ബൈഡൻ തുറന്നടിച്ചിരുന്നു. ഇസ്രയേലിന്റെയും അവർക്ക് പിന്തുണ നൽകുന്നവരുടെയും കപ്പൽ മാത്രമേ ആക്രമിക്കൂ എന്നാണ് ഹൂതികൾ പ്രഖ്യാപിച്ചത്. അമേരിക്ക അടക്കമുള്ളവയുടെ കപ്പൽ ഹൂതികൾ ആക്രമിച്ചിരുന്നു. ഇത്തരം ആക്രമണങ്ങളിൽ നിന്നും ചരക്കു കപ്പലുകളെ രക്ഷിക്കാൻ ഇന്ത്യയും യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട്. അതേസമയം ചെങ്കടൽ മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധിയും വ്യാപാരത്തിലും ചരക്ക് കടത്തിലുമുള്ള പ്രശ്നങ്ങളും പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അവലോകനം ചെയ്തേക്കും. വിഷയത്തിൽ വാണിജ്യ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തിങ്കളാഴ്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർ ചെങ്കടൽ മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആവർത്തിച്ച് ആക്രമണം നടത്തുകയാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇതുമൂലം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള ഗതാഗത സമയം ഏകദേശം 20 ദിവസത്തോളം വർദ്ധിച്ചതിനാൽ ചരക്ക് കടത്ത് ചെലവും വർദ്ധിച്ചു. ഗതാഗത ചെലവ് വർദ്ധിച്ചതോടെ ഇൻഷുറൻസ് പ്രീമിയവും വർദ്ധിച്ചിട്ടുണ്ട്. കണ്ടെയ്നറുകൾ കയറ്റി അയക്കുന്നതിന്റെ 30%, ആഗോള വ്യാപാരത്തിന്റെ 12% ചെങ്കടൽ വഴിയാണ്. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വാണിജ്യ വ്യാപാരത്തിന്റെ 80% ഇതുവഴിയാണ് നടക്കുന്നത്. കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ചരക്ക് കടത്ത് തടസ്സപ്പെട്ടിട്ടില്ല. ഡിസംബറിലെ വ്യാപാര കണക്കുകളിൽ ആഘാതം ദൃശ്യമല്ലെന്നും എന്നാൽ കയറ്റുമതിയിലും ഇറക്കുമതിയിലുമുള്ള ചെങ്കടൽ പ്രതിസന്ധിയുടെ സ്വാധീനം സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ക്രിസിലിന്റെ കണക്കുകൾ അനുസരിച്ച് ചെങ്കടൽ പ്രതിസന്ധി വിവിധ മേഖലകളിൽ വ്യത്യസ്ത തരത്തിലാണ് സ്വാധീനങ്ങൾ ചെലുത്തുന്നത്. പഴകുന്ന വസ്തുക്കളായതിനാൽ കാർഷികോൽപ്പന്നങ്ങളും അതുപോലെ സമുദ്രോൽപ്പന്നങ്ങളും കയറ്റി അയക്കുന്നവർക്ക് ചെങ്കടൽ പ്രതിസന്ധി കാര്യമായ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ചെങ്കടലിലെ സുരക്ഷാ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനാൽ ഷിപ്പിംഗ് സ്ഥാപനങ്ങളുടെ ആവശ്യം പരിഗണിക്കാൻ പൊതുമേഖലാ ബാങ്കുകളോടും ഇൻഷുറൻസ് കമ്പനികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ധനമന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.